വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കൊച്ചിക്ക് സമീപം കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. MSC എൽസ കമ്പനിയുടെ ഉടമ, കപ്പലിന്റെ ക്യാപ്റ്റൻ, കപ്പലിലെ ജീവനക്കാരെ എന്നിവരുൾപ്പെടെ ആണ് പ്രതി ചേർത്തിരിക്കുന്നത്. നേരത്തെ നിയമ നടപടിക്കില്ലെന്നായിരുന്നു കേരളത്തിന്റെ നിലപാട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ സംസ്ഥാന സർക്കാർ ഈ കപ്പലിനെതിരെ കേസെടുക്കേണ്ട എന്നൊരു നിലപാടിലായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു തിടുക്കപ്പെട്ടുള്ളൊരു നീക്കം, ഈ പോലീസ് കപ്പലിനെതിരെ കേസെടുത്തിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങേ വലിയ വിമർശനമായിരുന്നു സംസ്ഥാന സർക്കാർ ഈ MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കേസെടുത്തില്ല, കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കേസെടുത്തില്ല, പകരം ക്ലെയിം മതി എന്നൊരു നിലപാടിലെത്തിയതിന് വളരെ വലിയ വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നത്. വളരെ വലിയ വിമർശനമായിരുന്നു സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത് വിഴിഞ്ഞം ഗ്രൂപ്പുമായി അല്ലെങ്കിൽ വിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട് അവരുമായി വളരെ അടുത്ത ടീമായതുകൊണ്ടാണ് MSC എൽസ 3-ക്കെതിരെ കേസെടുക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തിയത് എന്നാണ് സർക്കാർ നൽകിയ വിശദീകരണം. അതായിരുന്നു സർക്കാരിന്റെ വാദമുഖം അതായിരുന്നു. പക്ഷേ അതിനെതിരെ വലിയ വിമർശനമായിരുന്നു. കാരണം ഇത്രയധികം ആളുകളെ പാനിക്കാക്കുകയും ഇത്രയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും 13 കണ്ടെയ്നറുകളിൽ അത്ര നല്ലതല്ലാത്തത് രാസവസ്തുക്കൾ, ഹാമാകുന്ന രാസവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ വഹിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു കണ്ടെയ്നർ മുങ്ങുകയും അങ്ങനത്തെ ഒരു കപ്പലിനെതിരെ കേസ് എടുക്കാതിരുന്ന ഒരു സാഹചര്യം വളരെ വിമർശനാത്മകമായത് കണ്ടിരുന്നത്. അതേസമയം ഇപ്പോൾ കൊച്ചി കോസ്റ്റൽ പോലീസാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 282, അതായത് BNS 282, 285, 286, 87, 88, 3-5 വകുപ്പുകൾ അനുസരിച്ചിട്ടാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇത് ഈ 282 മുതൽ അങ്ങോട്ടുള്ള വകുപ്പുകൾ നാവിഗേഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് കപ്പൽ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം നെഗ്ലിജൻസ് കാണിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടത്. അത്തരം നെഗ്ലിജൻസ് ഉണ്ടാവുകയാണെങ്കിൽ, നിരുത്തരവാദപരമായി പെരുമാറുന്ന സാഹചര്യത്തിൽ, അത് അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ 282 വകുപ്പ് ചുമത്തുകയും അത് ഇംപ്രിസൺമെന്റ്, ജയിൽ ശിക്ഷ ഉൾപ്പെടെ ലഭിക്കാവുന്ന വകുപ്പാണ്. ഈ MSC എൽസ കൊച്ചിക്ക് സമീപം കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിലാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ, ഉടമ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അജ്ഞ, എന്തായാലും കേസെടുത്തിരിക്കുന്നു. ഈ 3 പേരെ പ്രതിപ്പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്ത നീക്കം, പോലീസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, 282 വകുപ്പ് മുതൽ 288 വരെയുള്ള വകുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട കോസ്റ്റൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഈ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഇനി തുടർ നടപടികൾ, അതായത് ഈ ഇത്രയധികം ഈ പറഞ്ഞതുപോലെ 13 കണ്ടെയ്നറുകളിലാണ് ദോഷകരമായ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കെമിക്കലുകൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം, അത് മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെയുള്ള ആളുകളെ ബാധിച്ചിരുന്ന സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട് അവരെ ഈ ട്രോളിംഗ് അല്ലാതെ തന്നെ അവരെ കടലിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ. ആ സമയത്തും നമ്മൾ ഈ നേവി നടത്തിയിരുന്ന വാർത്താ സമ്മേളനത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്ന, ഷിപ്പ്യാർഡ് നടത്തുന്ന വാർത്താ സമ്മേളനത്തിലും ചോദിച്ചിരുന്നതാണ് ഇവരുടെ നഷ്ടപരിഹാര കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുമായി ചെയ്ത് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ, അതായത് അവർക്കുണ്ടായ നഷ്ടപരിഹാരങ്ങളൊക്കെ മീറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അത് മാത്രമല്ല, ഇങ്ങനെ കേരള തീരത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അങ്ങേയറ്റം പാനിക്കാകുന്ന തരത്തിലേക്ക് ആ അപകടത്തെ വരുത്തി വെച്ചത് അത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ നീക്കം കൊണ്ട് തന്നെയാണെന്നാണ് നിരീക്ഷണം. അങ്ങനെ നിരുത്തരവാദപരമായി കപ്പൽ ചാലിലൂടെ ഓടിച്ചു എന്നുള്ള കേസ് കൂടിയാണ് 282 എന്ന് പറയുന്ന വകുപ്പ് മെൻഷൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിന് ജയിൽ ശിക്ഷയും 10,000 കേസിൽ 1-ാം പ്രതി ഷിപ്പ് മാസ്റ്റർ, 2-ാം പ്രതി നേരത്തെ കേസ് വേണ്ടെന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ. അതിനുശേഷമാണ് ഈ സംഭവം വിവാദമായതിന് പിന്നാലെയാണ് കേസെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് നീങ്ങിയത്. ആജ്ഞയിലേക്ക് വീണ്ടും. ആജ്ഞ, ഇവിടെ കേന്ദ്രമാണ്, അതായത് പ്രത്യേകിച്ച് ഈ കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നായിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. മന്ത്രി VN വാസവൻ അടക്കം ഇക്കാര്യത്തിൽ നിലപാട് നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. പിന്നീട് ഇപ്പോൾ ഇത് വിവാദമായതോടെയാണോ പോലീസ് ഇത് കേസെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്? ഏതൊക്കെ വകുപ്പുകളാണ് അത്? പ്രത്യേകിച്ച് FIR-ൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? ഈ മനുഷ്യ ജീവന് അപായമുണ്ടാക്കുന്ന രീതിയിൽ കപ്പൽ കൈകാര്യം ചെയ്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ FIR-ൽ പറയുന്നുണ്ടല്ലോ.
തീർച്ചയായിട്ടും അതാണ് കേട്ടോ ഞാൻ പറഞ്ഞ 282 വകുപ്പ് അതാണ് മെൻഷൻ ചെയ്തത്. 282 BNS 282, 285, 86, 87, 288 തുടർന്നുള്ള ഈ വകുപ്പുകളെല്ലാം നാവിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള അപായങ്ങളും കുറ്റകൃത്യങ്ങളുമാണ് സൂചിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ടോം സൂചിപ്പിച്ചതുപോലെ ആളുകൾക്ക് പരിസ്ഥിതിക്ക് ഒക്കെ ഹാനികരമാകുന്ന രീതിയിൽ കപ്പൽ ഓടിച്ചു, അത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ കപ്പൽ ഓടിച്ചു, അത് നെഗ്ലിജൻസ് ആണ്. അതിനാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. കപ്പൽ ഉടമയാണ് കേസിലെ 1-ാം പ്രതി, 2-ാം പ്രതി കപ്പൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ മാനേജറാണ്, 2-ാം പ്രതി ക്യാപ്റ്റനാണ്, 2-ാം പ്രതി 3-ാം പ്രതികളായിട്ട് കപ്പലിലെ ക്രൂ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടാണ് 3-ാം പ്രതികളായി കപ്പലിലെ മുഴുവൻ ക്രൂവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. FIR-ൽ 3 പ്രതികളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞതുപോലെ 282 മുതൽ 288 വരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഈ കപ്പൽ ഉടമകൾക്ക് അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് കേസിനും ഇതിനും ഒന്നും നിൽക്കണ്ട എന്നുള്ള നിലപാടിലേക്കായിരുന്നു സർക്കാർ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ക്ലെയിം മതി അല്ലെങ്കിൽ നഷ്ടപരിഹാരം മതി എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ എത്തിയത് വലിയ വിമർശനമായിരുന്നു ഉയർന്നിരുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിച്ചപ്പോഴും അത് സംസ്ഥാനത്തിന്റെ തീരുമാനമാണ്, എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്നുള്ള ചോദ്യം സംസ്ഥാനത്തോട് ആണ് ചോദിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇവിടെ ഈ കൊച്ചിയിൽ നിന്നും 72 കിലോമീറ്റർ അകലം സൗത്ത് വെസ്റ്റ് എന്നാണ് പോലീസ് സ്റ്റേഷനിൽ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചി തീരത്തു നിന്നും ഇത്ര അടുത്ത്, കേരള തീരത്തു നിന്നും ഇത്ര അടുത്തുണ്ടായ അപകടത്തിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതും ഇത്രയധികം വിമർശനമുണ്ടായിട്ടും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ആളുകളെ ഇത്രയധികം പാനിക്കാക്കിയിരുന്ന ഒരു അപകടത്തിൽ ഇങ്ങനെ നിസ്സാരമായൊരു നിലപാട് എന്തുകൊണ്ടാണ് കപ്പൽ കമ്പനിക്ക് എതിരെ എടുത്തത് എന്നുള്ള ചോദ്യം അങ്ങേയറ്റം വിമർശനാത്മകമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടപരിഹാരം മാത്രമാണ് സർക്കാർ ചോദിച്ചത്. കേസ് എടുത്തിരുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകിച്ച് BNS-ൽ ഇത്രയധികം വകുപ്പുകൾ നാവിഗേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാതിരുന്നത് എന്നുള്ളത് അങ്ങേയറ്റം വിമർശനാത്മകമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷേ ഈ വിമർശനങ്ങൾക്ക് മറുപടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ വിമർശനങ്ങൾ കൊണ്ടായിരിക്കാം സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേസെടുക്കാനുള്ള നടപടിയിലേക്ക് തുടങ്ങി. എന്തായാലും കോസ്റ്റൽ പോലീസ് ഈ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ അത് ഈ അങ്ങേയറ്റം അശ്രദ്ധയോടുകൂടി കപ്പൽ ഓടിച്ചു, നെഗ്ലിജൻസ് ആണ്, പ്രത്യേകിച്ച് മനുഷ്യജീവനും പരിസ്ഥിതിക്കും പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ കപ്പൽ അപകടത്തിൽപ്പെടുത്തി എന്നുള്ള വകുപ്പുകൾ ചേർത്തിട്ടാണ്, അതിനുള്ള ശിക്ഷകൾ വരുന്ന വകുപ്പുകൾ ചേർത്തിട്ടാണ് കേസെടുത്തിട്ടുള്ളത് കേട്ടോ. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ MSC എൽസ 3 എന്ന ചരക്ക് കപ്പലിനുള്ളിൽ കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്ന അറിവ് നിലനിൽക്കെ പ്രതികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കും വിധം ഈ കപ്പൽ കൈകാര്യം ചെയ്തു. അതുവഴി കപ്പൽ സഞ്ചാരമാർഗം അപകടത്തെ തുടർന്ന് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്നും വിനാശകരമായിട്ടുള്ള പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറന്തള്ളപ്പെട്ടത് മൂലം പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി. കൂടാതെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാകുവാനും ഈ അപകടം ഇടയാക്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നത്. ആജ്ഞ, എന്തായാലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഇവിടെ ഉണ്ട്. ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഇത്രയും ദിവസങ്ങളായി ഈ അപകടം നടന്നിട്ട് ഈ പോലീസിനെ കൂടാതെ, പ്രത്യേകിച്ച് കോസ്റ്റൽ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്, പോലീസിനെ കൂടാതെ ഇനി നേരത്തെ സംസ്ഥാന സർക്കാർ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടി കപ്പലിനെതിരെ ഉണ്ടാകുമോ, കപ്പൽ ഉടമകൾക്കെതിരെ ഉണ്ടാകുമോ? ഭാരതീയ ന്യായസംഹിത അനുസരിച്ചിട്ടാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അതായത് ഇതിന്റെ IPC തന്നെ വിവക്ഷിക്കുന്ന ഇത് തന്നെയാണ് BNS-ഉം വിവക്ഷിക്കുന്നത്. അത് തന്നെ അതിന്റെ പുതിയ രൂപത്തിലേക്ക് മാറുമ്പോൾ കേന്ദ്ര സർക്കാരിനും ആ നിയമം അനുസരിച്ച് തന്നെ കപ്പലിനെതിരെ എന്തെങ്കിലും നിലപാടുകളോ നടപടികളോ എടുക്കാനുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാർ കേസെടുക്കട്ടെ എന്നായിരുന്നു നേരത്തെ BN വാസുവൻ പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള നിലപാടുകൾക്ക് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം വലിയ വിമർശനം ഉയർന്നിരുന്ന സാഹചര്യത്തിലാകാം ഒരുപക്ഷെ ഇപ്പോൾ ഈ കപ്പൽ ഉടമയ്ക്കെതിരെ കേസെടുക്കുന്ന, അല്ലെങ്കിൽ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്ന ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.
എന്തായാലും കപ്പൽ ഉടമയാണ് കേസിലെ ഒന്നാം പ്രതി. രണ്ടാം പ്രതി കപ്പലിലെ ക്യാപ്റ്റനാണ്. മൂന്നാം പ്രതി ആ ക്രൂവിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ക്രൂ മെമ്പേഴ്സിനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് മൂന്നാം പ്രതികളായി ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ താമസിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം നേരത്തെ തന്നെ നമുക്കറിയാം നഷ്ടപരിഹാരം മതി എന്നുള്ളൊരു നിലപാടിൽ തന്നെയായിരുന്നു സർക്കാർ നിന്നത്. അത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസ് ആയിരുന്നു, വിട്ടുവീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ വലിയ വിമർശനമാണ് സംസ്ഥാന സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാകാം ഒരു പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു തീരുമാനത്തിലേക്ക് മാറേണ്ടി വന്നത്. എന്തായാലും അടിയന്തരമായി ഈ വിമർശനങ്ങൾക്ക് പിന്നാലെ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിട്ടുള്ളത് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ്. അതിൽ അടിയന്തര തീരുമാനങ്ങൾ ഉടനടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BNS 208 മുതൽ 288 വരെ ഉള്ള വകുപ്പുകളാണ് ഈ FIR-ൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇനി ഈ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ജീവന് അപകടമുണ്ടാകുന്ന രീതിയിൽ കപ്പൽ ഓടിച്ചു, അതല്ലെങ്കിൽ മനുഷ്യജീവന് ഹാനികരമായ സബ്സ്റ്റൻസ് കണ്ടെയ്നറുകളിൽ നിറച്ചത്, അത് അപകടത്തിൽപ്പെടുത്തുകയും പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കപ്പൽ അധികൃതർക്കെതിരെ വന്നിരിക്കുന്ന പരാമർശങ്ങൾ. അതൊക്കെ തന്നെയാണ് അതായത് വെള്ളവുമായി ചേർന്ന് തീപിടിക്കുന്ന അതല്ലെങ്കിൽ റിയാക്ഷൻസ് പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന നിരവധി സബ്സ്റ്റൻസ് ഉണ്ടായിരുന്ന വിഷവസ്തുക്കൾ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളായിരുന്നു. മറ്റു 12 അപകടകാരികളായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് തന്നെ ആയിരുന്നു കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മീൻ വാങ്ങാൻ ആളുകളില്ലാത്ത അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു കഴിഞ്ഞ ഒരു 2 ആഴ്ച കടന്നുപോയത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അത് തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരം ആളുകളെ കൂടി അതായത് മത്സ്യത്തൊഴിലാളികളെ കൂടി സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് തന്നെ, അതായത് ഈ കടലിൽ നിന്ന് ഉപജീവനം നടത്തുന്ന ആളുകളെ കൂടി സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് ആ കപ്പൽ അപകടം മാറിയിരുന്നു. അതിനിടയിലാണ് രണ്ടാമത്തെ അപകടം ഉണ്ടാക്കുന്നത്. ഇത്തരം ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായത്. ഈ കടലിൽ മുങ്ങിയ കപ്പലിലെ ഈ കണ്ടെയ്നറിനുള്ളിലെ ഈ അവശിഷ്ടങ്ങൾ വേസ്റ്റുകൾ ഉൾപ്പെടെ വിതറിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിതറിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചതാണ്. അന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണം ലത്തീൻ സഭയുടെ അടക്കം ഉന്നയിച്ചതാണ്. ഈ മുങ്ങിയ കപ്പൽ ഈ MSC കപ്പലും സർക്കാരുമായി ചില വഴിവിട്ട ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ട കപ്പലിനെതിരെ നടപടി സ്വീകരിക്കാൻ കേസെടുക്കാൻ പോലും തയ്യാറാകാത്തെന്നൊരു വിമർശനം ഉയർന്നിരുന്നല്ലോ. തീർച്ചയായിട്ടും ടോം, അത് തന്നെയാണ് ഈ വിമർശനം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു അടിയന്തര തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്താൻ കാരണമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണ്. മറ്റൊരു സാഹചര്യവും നിലവിലില്ല. കാരണം സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരത്തിൽ ഈ കപ്പൽ കമ്പനിയോട് നഷ്ടപരിഹാരം മതി, കേസ് എടുക്കുന്നില്ല എന്നൊരു നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. അത് വലിയ വിമർശനത്തിനാണ് ഇടവരുത്തിയത്, വലിയ വിമർശനത്തിനായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുമായി അടുത്തിടപഴകുന്ന ആളുകളാണ് ഈ കപ്പലിന്റെ ഉടമ അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ളവർ എന്നുള്ള സാഹചര്യം കൂടി പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിൽ കേസെടുക്കണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്നുള്ള വിശദീകരണം അങ്ങേയറ്റം വിമർശനാത്മകമായിരുന്നു എന്നുള്ളതാണ് സാഹചര്യം. അതിനെ തുടർന്ന് തന്നെയാണ് ആയിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കേസ് എടുക്കാനുണ്ടായ സാഹചര്യം അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 208 മുതൽ, അതായത് നാവിഗേഷൻ വയലേഷൻ ആണ് 208 മുതൽ BNS 208 മുതൽ 288 വരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകളെല്ലാം നാവിഗേഷൻ നെഗ്ലിജൻസ് ആണ്. കപ്പൽ അശ്രദ്ധമായി ഓടിക്കുകയോ അതല്ലെങ്കിൽ മനുഷ്യജീവന് അപകടകരമായ രീതിയിൽ കപ്പൽ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് ഈ കേസെടുക്കുന്നത്, ഈ വകുപ്പുകൾ ചുമത്തുന്നത്. എന്തായാലും 208 മുതൽ 288 വരെയുള്ള അതിനിടയിലുള്ള വകുപ്പുകളല്ല, 8 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഈ 282 മുതൽ 288 വരെ ക്ഷമിക്കണം, ഈ വകുപ്പുകൾ അനുസരിച്ചിട്ട് കപ്പൽ ഉടമ 1-ാം പ്രതിയാണ്, കപ്പൽ ക്യാപ്റ്റൻ 2-ാം പ്രതിയാണ്, കപ്പലിലെ ക്രൂ 3-ാം പ്രതി. അത് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർത്തിട്ടാണ് 3-ാം പ്രതി ആക്കിയിട്ടുള്ളത്. എന്തായാലും 3-ാം പ്രതികൾ അവരാണ്. ഇങ്ങനെയാണ് നടപടിക്രമങ്ങളുള്ളത്. കേന്ദ്ര സർക്കാരിനായാലും തീർച്ചയായും നേരത്തെ ഈ മുങ്ങിയ എൽസ 3 കപ്പലിന്റെ ഉടമകളായിട്ടുള്ള MSC കമ്പനിയും
അദാനി ഗ്രൂപ്പും തമ്മിൽ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് അദാനി ഗ്രൂപ്പിൻ്റെ സുപ്രധാന വ്യാപാര പങ്കാളികളാണ് ഈ MSC കമ്പനി എന്ന ആക്ഷേപം നേരത്തെ ഉയർന്നു വന്നതാണ്. പ്രത്യേകിച്ചും ഈ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന എല്ലാ കപ്പലുകളും MSC കമ്പനിയുടെ കപ്പലുകളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ അദാനി ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഈ കമ്പനിയെ ഈ കേസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ, അട്ടിമറികളാണ് ഈ കേസിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് കേസെടുക്കാൻ വൈകിയത് എന്നൊരാക്ഷേപമാണ് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികളും പ്രതിപക്ഷവും ഒക്കെ ഉയർത്തിയത്. അത്തരമൊരു ആക്ഷേപത്തിൽ പ്രത്യേകിച്ചും തുറമുഖ വകുപ്പോ അതല്ലെങ്കിൽ അദാനി ഗ്രൂപ്പോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകിയിരുന്നോ? അത്തരത്തിൽ വിശദീകരണം നൽകാൻ അവർ തയ്യാറായിട്ടില്ല എന്നാണ്. അതേസമയം സംസ്ഥാന സർക്കാരാണ് ഇത് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട ആളുകളാണ്, അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് എന്നുള്ള വിശദീകരണം നൽകിയത് സംസ്ഥാന സർക്കാരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ കേസ് എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ എത്തിയത് എന്നുള്ളതായിരുന്നു ചോദ്യം. കാരണം ഇത് ശിക്ഷാർഹമായ കുറ്റം തന്നെയാണ്, പണിഷബിൾ ഒഫൻസ് തന്നെയാണ് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർക്കാരുമായി അതല്ലെങ്കിൽ സർക്കാരിനെ മറ്റേതെങ്കിലും അലയൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ കുറ്റം ചെയ്താൽ അതിന് ശിക്ഷാ നടപടികളില്ലേ എന്നുള്ള ചോദ്യവുമായാണ് ഇത്തരത്തിലുള്ള വലിയ വിമർശനത്തിന് സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഈ ജയ് ഷംജി തെക്കുമുറി നീർക്കുന്നം മത്സ്യഗ്രാമം അദ്ദേഹം നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് തീരത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഈ ഷംജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തെക്കുമുറി നീർക്കുന്നം മത്സ്യഗ്രാമം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ FIR അത്തരം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഇതിനെതിരെ കാണിച്ചിരുന്ന അലസത മനോഭാവം അങ്ങേയറ്റം വിമർശനാത്മകമായിരുന്നു. നേരത്തെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം ഗ്രൂപ്പുമായി അദാനി ഗ്രൂപ്പുമായി അലയൻസിലുള്ള ഒരു കമ്പനി കുറ്റം ചെയ്താൽ അത് കുറ്റമാകുമില്ലേ എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയ്ക്കായിരുന്നു ഇടം നേടിയിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നത്. എന്തായാലും അടിയന്തരമായി FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം, അത് ഷംജി എന്ന് പറയുന്ന ഒരാൾ നൽകിയിരിക്കുന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ നാവിഗേഷൻ നെഗ്ലിജൻസ് അനുസരിച്ചിട്ട് കുറ്റകരമായ ശിക്ഷ തന്നെ കേസെടുക്കേണ്ടുന്ന തരത്തിലുള്ള പണിഷബിൾ ഒഫൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതായത് ഈ MSC എൽസാ3 എന്ന് പറയുന്ന വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിക്ക് സമീപം കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിലാണ് ഒടുവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ കേസെടുക്കാൻ വൈകുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതാണ്, വലിയ വിവാദമായതാണ്. മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ്. ഏറ്റവും ഒടുവിലാണ് MSC എൽസാ കമ്പനിയുടെ ഉടമ, കപ്പലിൻ്റെ ക്യാപ്റ്റൻ, കപ്പലിൻ്റെ ജീവനക്കാർ എന്നിവരെ ഉൾപ്പെടുത്തി എന്നിവരെ പ്രതി ചേർത്ത് കോസ്റ്റൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്.